സംഘടനം തുടങ്ങിയത്. ഇസ്ലാമിലെ ആദ്യത്തെ സായുധ സംഘടനം ഏതാണ്? യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്? ബദറാണ്. ആ ബദർ യുദ്ധം റമദാൻ മാസത്തിലാണ് ഉണ്ടായത്. ഹിജ്റ 2-ാം വർഷമാണ്. അപ്പോൾ ഹിജ്റ 2-ാം വർഷമാണ് ശരിക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള കൽപ്പന ഇറങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാം എന്നൊരു കൽപ്പന ഉണ്ടല്ലോ. ഇത് ഹിജ്റ 2-ാം വർഷമാണ് അവതരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബദർ യുദ്ധം നടന്നത് എന്നാണ്? ഹിജ്റ 2-ാം വർഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഹക്കും ബാത്തിലും സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും തമ്മിൽ നടന്ന പ്രഥമ സായുധ സംഘടനമാണെന്ത്? ബദർ. എന്തിനു വേണ്ടിയാണ് ബദർ ഉണ്ടാക്കിയത്? ഇനിയിപ്പോൾ ആ സംശയം മുഴുവൻ ഇവിടെ തീരും. ബദർ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ അല്ലാഹു ഇലാഹുമാണ്, റബ്ബുമാണ് എന്നുള്ള വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഇലാഹുവാണ്, റബ്ബുമാണ്. അതായത് തൗഹീദുൻ ഫിൽ ഉലൂഹിയ്യ. അപ്പോൾ ആരാധനക്കർഹൻ അല്ലാഹുവാണ്, അവൻ മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസമാണ് തൗഹീദുൻ ഫിൽ ഉലൂഹിയ്യ. അല്ലാഹു അല്ലാത്ത ആരോടും വിളിച്ചു തേടാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല, ഇസ്തിഗാസയും ഇസ്തിആനത്തും ഒന്നും പാടില്ല എന്ന വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിങ്ങൾ അപ്പോൾ ബദറിൻ്റെ 2 ഭാഗത്ത്, ബദർ താഴ്വരയാണ്, ആ താഴ്വരയുടെ 2 ഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസമാണിത്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ വിശ്വാസമോ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമല്ലേ ഉണ്ട്. അപ്പോൾ അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന വരുന്നുണ്ട്. അബൂജഹൽ ബദർ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, ഏറ്റുമുട്ടാൻ വേണ്ടി പോകുമ്പോൾ കഅബന്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ച എന്താണെന്ന് അബൂജഹൽ? അല്ലാഹുമ്മ അൻജിസ്നി അല്ലാഹുമ്മ അൻസുർ അഹ്ദൽ ഫിഅത്തൈൻ, അല്ലാഹുമ്മ അൻസുർ അഹ്ദൽ ഫിഅത്തൈൻ. ഈ 2 സംഘങ്ങളിൽ ഏറ്റവും നേർമാർഗം പ്രാപിച്ച അഹ്ദ, കേട്ടോ, നേർമാർഗം പ്രാപിച്ച സംഘത്തെ നീ വിജയിപ്പിക്കണേ റബ്ബേ എന്നാണ്. അപ്പോൾ അവരുടെ വിശ്വാസം എന്താ? അവർ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവനവൻ്റെ സംഗതി ഏറ്റവും ശ്രേഷ്ഠമാണ്, ഉത്തമമായതാണെന്നുള്ള വിശ്വാസം. പിന്നെ അയാൾ പറഞ്ഞെന്താണ്? വഖൈറുൽ ഫിഅത്തൈനി വഅഫ്ളൽ. ഈ 2 സംഘങ്ങളിൽ ഏറ്റവും ഉത്തമമായതും ഏറ്റവും ശ്രേഷ്ഠമായതുമായ സംഘത്തെ നീ വിജയിപ്പിക്കണമെന്ന് അല്ലാഹുമ്മ. ആരോടെ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹു. അപ്പോൾ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടവർക്ക് അല്ലാഹുവിനോടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവിനോടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹുവിനോട് മാത്രമാണോ അവർ പ്രാർത്ഥിക്കുന്നത്? അല്ല. ബദറിന്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ അണിചേർന്നിട്ടുള്ള ആ സംഘം ആരോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ? അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇവരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബല്, അവസാനം ഈ കഅബ ഉണ്ടാക്കി അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഇസ്തിഗാസ നടത്താനും ഇസ്തിആനത്ത് നടത്താനും വേണ്ടി ഈ കഅബാലയം നിർമ്മിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും വരെ പ്രതിബിംബങ്ങൾ, പ്രതിഷ്ഠ, പ്രതിരൂപങ്ങൾ, വിഗ്രഹങ്ങൾ എവിടെ ഉണ്ട്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്തിനാ ഈ മക്കയിലെ മുശ്രിക്കുകൾ ബദറിൽ ചെന്നിട്ട് മക്കയിലെ മുശ്രിക്കുകൾ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹിനോട് വിളിച്ചാൽ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ വിളിച്ചു തേടുന്നുണ്ട്, അവരോട് ദുആരക്കുന്നുണ്ട്, ഇസ്തിഗാസ നടത്തുന്നുണ്ട്. അവരുടെ വിശ്വാസം എന്താണെന്നോ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചു തേടുന്നത് അള്ളാഹുവിൻ്റെ അരികിലേക്ക്, ഈ മഹാത്മാക്കളായ മരിച്ചുപോയ പുണ്യാത്മാക്കൾ ഞങ്ങളെ അള്ളാഹിൻ്റെ അരികിലേക്ക് അടുപ്പിക്കുന്നവരാണെന്നാണ്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അരികിൽ എന്ത് ചെയ്യും? ശുപാർശ പറയും. പഠിച്ചോനെ, ഇവർ തരക്കേടിൽ നല്ലപോലെ തന്നെയാണ്, ഇവരെ രക്ഷിക്കണമെന്ന് ശുപാർശ പറയുന്ന പറഞ്ഞിട്ടുള്ള ടീമാണ് ഇവർ. അപ്പോൾ അവർക്ക് എന്തുണ്ട്? ഉലൂഹിയത്തിൽ ഉള്ള ഈ ഏകത്വം, തൗഹീദും ഫിൽ ഉലൂഹിയ്യ,
ആരാധനക്ക് അർഹൻ അള്ളാഹു ആണ് എന്നതിലുള്ള ഈ വിശ്വാസം അവർക്ക് ഇല്ല. ആരാധന അള്ളാഹിനോടും ഉണ്ട്, ഇവരോടൊക്കെ ഉണ്ട്. മിക്സാണ്. അപ്പോൾ റബ്ബ് അള്ളാഹു ആണ് എന്നുള്ള തൗഹീദും ഫിർ റുബൂബിയ്യ അവർക്കുണ്ടായിരുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. മക്കയിലെ ഈ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ആകാശം ഭൂമിയും പഠിച്ച ആരാടാണ് ചോദിച്ചാൽ അള്ളയാണ്. അതാണ് റുബൂബ്. റബ്ബ് ആരാണ്? അള്ളയാണ്. മഴ തരുന്നവനാരാണ്? അള്ളയാണ്. നിങ്ങൾക്ക് റിസ്ക് തരുന്നവനാരാണ്? അള്ളയാണ്. നിങ്ങളെ സംരക്ഷിക്കുന്നവനാരാണ്? അള്ളയാണ്. അത് ഇലാത്തിയാണോ? അല്ല. ഉസ്സയാണോ? അല്ല. മനാത്തിയാണോ ആകാശം സൃഷ്ടിച്ചത്? അല്ല. അതൊക്കെ ആരാണ്? റബ്ബാണ്. പക്ഷെ ഓലെ ഞങ്ങൾക്ക് വേണം, അവരെ ഞങ്ങൾ വിടൂല. കാരണം എന്താ? അള്ളാഹിൻ്റെ അടുത്തേക്ക് ശുപാർശ പറയാനുള്ള മഹാത്മാക്കളാണ് അവർ. മനസ്സിലായി? അപ്പോൾ ഇതാണ് ബദർ യുദ്ധം നടക്കുമ്പോഴുള്ള വിശ്വാസപരമായ അവസ്ഥ. ഹക്ക് ബാത്തിൽ എന്ന് പറയുന്ന ഈ സംഗതിയാണ്. ഓക്കെ, അത് ബദർ യുദ്ധം നടന്നു അല്ലേ? അതെ, ഞാൻ അയക്കാണ് വരുന്നത്. അത് എനിക്കതാ വരുന്നത്. അതെ, അതിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്. അപ്പോൾ ബദർ നടന്നു. ആരെ വിജയിച്ചത്? മുസ്ലിങ്ങൾ വിജയിച്ചു. രണ്ട് കൂട്ടർ ആരോടെ പ്രാർത്ഥിച്ചത്? അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹ് ആരെയാ സഹായിക്കുക? അള്ളാഹിനെ റബ്ബായും ഇലാഹായും വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസം കൈക്കൊള്ളുന്ന വിശ്വാസികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ താഴ്വരയിൽ നബിക്ക് വിശ്രമിക്കാൻ വേണ്ടി വിശ്വാസികൾ കെട്ടിക്കൊടുത്ത ഒരു ഖൈമ ഉണ്ടായിരുന്നു. ഖൈമ ഒരു ടെൻറ്റ്, ഒരു പന്തൽ. അതിലിരുന്നു കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിരന്തരമായി തേടിക്കൊണ്ടേയിരുന്നു. റബ്ബേ, ഈ സംഘട്ടനത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണം. അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി, എനിക്ക് വാഗ്ദാനം ചെയ്ത ആ വിജയം ഇതിലെനിക്ക് നീ നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അസാബ, ഈ കൊച്ചു സംഘത്തെ റബ്ബേ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഫലൻ തുഅബദ ഫിൽ അർളി അബദ, നിന്നെ മാത്രം ഈ ഭൂമിയിൽ പിന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല എന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അങ്ങനെയാണ് അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള മക്ക മുശ്രിക്കുകളിലെ ഖുറൈശികളിലെ പ്രമുഖന്മാരും പ്രമാണിമാരുമായ ആളുകൾ അവിടെ ബദറിൽ തന്നെ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ട അവസ്ഥ ഉണ്ടായി. 70ഓളം ആളുകളെ മുശ്രിക്കുകളിൽ നിന്നുള്ള അവിശ്വാസികളെ മുസ്ലിങ്ങൾ ബന്ദികളായി പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം എന്താ? അള്ളാഹിനോട് ഇസ്തിഗാസ നടത്തിയിട്ടാണ്. ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടി, അപ്പോൾ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് ബദറിൽ വിശ്വാസികളെ സഹായിച്ചു. നമ്മൾ ആലിമ്രാൻ പഠിച്ചില്ലേ? ആലിമ്രാനിൽ 1000 എന്നുള്ളത് 3000 പറയുന്നുണ്ട്, അതപ്പോൾ 5000 ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച മലക്കുകളെയൊക്കെ അവിടെ ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ സഹായിച്ചു? അവൻ്റെ വിശ്വാസി സമൂഹത്തെ സഹായിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ, അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുക. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ഈ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ യൻസുർക്കും, അവൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ധൈര്യവും സ്ഥിരതയും നൽകും. അങ്ങനെ പഠിച്ചോ നിങ്ങൾക്ക് വിജയം നൽകും. ആ വിജയം അവിടെ ഉണ്ടായത് ബദറിലുണ്ടായി. അപ്പോൾ ആരെയും ജയിച്ചത്? ബദരീങ്ങൾ ജയിച്ചു. ബദരീങ്ങൾക്ക് അള്ളാഹ് വിജയം കൊടുത്തത് എന്തിൻ്റെ പേരിലാണ്? അല്ലാഹുവേ നീ കാക്കേണമേ, അല്ലാഹുവേ നീയാണ് തുണ, അല്ലാഹുവേ നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആര് വിജയിച്ചു? ബദരീങ്ങൾ ജയിച്ചു. ബദരീങ്ങൾ ദുനിയാവിലും ജയിച്ചു, പരലോകത്തും ജയിച്ചു. അവർ സ്വർഗത്തിലാണ്.
ബദരീങ്ങൾ സ്വർഗത്തിലാണ്. ഇപ്പം നമ്മളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരോടാണ് സഹായം തേടുന്നത്? നമ്മൾ സഹായം തേടുന്നത് ആരോടാണ്? ബദരീങ്ങളെ കാക്കണേ. അതിനു വേണ്ടിയാണ് ഈ റമളാൻ മാസം 17-ന് ആ ബദർ ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്ര പോത്തുകളാണ് അപ്പം ഈ കേരളത്തിൽ അറുക്കപ്പെടുന്നതെന്ന്. ബദരീങ്ങളുടെ പേരിലുള്ള ആണ്ട് നേർച്ചയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. എല്ലാത്ത ഭാഗം ഉണ്ടാവില്ല. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. സംഗതി ലളിതല്ലേ, മനസ്സിലാക്കാൻ ലളിതല്ലേ? ബദരീങ്ങൾ എന്തിനാണ് ബദറിൽ പടവെട്ടി രക്തസാക്ഷികളായത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ സഹായം തേടൂല, അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ വിളിച്ചു തേടൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഉത്ബത്തും ഷൈബത്തും അബൂജഹലും ആരോട് യുദ്ധത്തിന് വന്നത്? ബദരീങ്ങളോട് യുദ്ധത്തിന് വന്നത്. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഈ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ച് ഷഹീദുകളായ രക്തസാക്ഷികളായ ബദരീങ്ങളോട് സഹായം തേടാണ്. ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന എന്ന് പറയുന്നത്. രോഗം തരുന്നവരാണ് ആരാണ്? അത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചെന്താണ്? പഠിച്ചോനെ എനിക്ക് രോഗം തരുന്നവന് നീയാണ്. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ നീയാണ് റബ്ബേ. അപ്പോൾ ഈ മരിച്ചുപോയ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് ശിഫ കിട്ടണം. അതിർപ്പത്തിലിട്ട സിറാത്ത് കടക്കും നാൾ ശൊക്കർ മുഹീദ്ദീൻ കാവലിലേകല്ലാ എന്നാ പറഞ്ഞു. സിറാത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടുന്ന് വരെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാവൽ കൊടുന്നു. സുബ്ഹാനല്ലാഹ്. നരകത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴും ആരെ കാവൽ വേണമെന്നാണ് പറയുന്നത്? മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മൊയ്തീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അറിയണ്ടോ? എത്ര സിമ്പിളാണ് ഈ കാര്യങ്ങൾ. ഇത് മനുഷ്യൻ്റെ മനസ്സിലിങ്ങനെ ഇതുണ്ടാക്കാൻ വേണ്ടിയാണ് പിശാച് വരുന്നത്. എത്ര പണം അതിന് ചിലവഴിക്കുന്നത്. മൃഗബലി എന്നുള്ളത് ഒരു ഇബാദത്തല്ലേ അല്ലേ? മൻ ദഹബ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹ് അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ബലി അറുത്താൻ അവൻ ശിർക്കാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഫസ്വല്ലി ലി റബ്ബിക, ബാക്കി ഓതി, ഫസ്വല്ലി ലി റബ്ബിക വൻഹർ. സ്വലാത്ത് ബലികർമ്മം ആർക്ക് വേണ്ടി നിർവഹിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറത്തായിരിക്കും ഏത്? നാഴ്ത്തേനക്കൽ കൗസർ, ദൂറിനും അസുറിനും ഒക്കെ. മറ്റേ പിന്നെ ഇമാം ഓതുന്ന കേൾക്കേണ്ടി വരും. അവിടെ ഇതിപ്പം ഇമാം ഓതിയാലേ കേൾക്കാൻ പറ്റുള്ളൂ. ദൂറ് അസുറൊക്കെ മിക്കവാറും സെലക്ട് ചെയ്യാതെ സുഹൃത്തുക്കളാണ്. ഏറ്റവും കൂടുതൽ ഓതുന്ന ബൈഹാട്ടുമാണ്. ഫസ്വല്ലി, അതിനാൽ നീ നമസ്കരിക്കണം. ആർക്ക് വേണ്ടിയാണ് നിന്റെ നമസ്കാരം? ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. വൻഹർ, ആർക്ക്? ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടിയായിരിക്കണം നിന്റെ ബലികർമ്മം. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ പ്രാർത്ഥന, എൻ്റെ സ്വലാത്ത്, നുസുക്കിൽ പെട്ട നുസുക്ക് ഒരുപാടുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അല്ലേ? നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അതിൽപ്പെട്ടൊരു കർമ്മമാണ് ബലികർമ്മം. അത് മർക്കന് വേണ്ടിയാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ നേരെ ഖുർആനിൽ അല്ലാഹ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളല്ലേ? ഇത് വേറെല്ല ആളുടെ പേരിൽ നേർച്ചയാക്കിയിട്ടാണ്. ബദരീങ്ങളുടെ പേരുള്ള ആണ്ട് നേർച്ച ബദറിൻ്റെ ദിവസത്തിൽ. എന്താണ് ബദർ? എന്തിനാണ് ബദർ? ആരാണ് ബദരീങ്ങൾ എന്ന് പോലും ആലോചിക്കാതെയും ചിന്തിക്കാതെയും ഈ സംഗതികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത്ര പണം നമ്മളതിന് ചിലവാക്ക്. യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. ആരും വിചാരിക്കുന്നത് ഞങ്ങൾ നല്ല പണിയാണ് ചെയ്യുന്നത്. പഠിച്ചോ ഞങ്ങളെ ഞങ്ങൾക്ക് ഇതിനൊക്കെ കൂലി കിട്ടുന്നു. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതിനെ നമ്മളെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. എന്തിനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്? നരകത്തിൽ നിന്ന് കഴിച്ചിലാകാനും സ്വർഗം നേടാനും കൂടി എന്ത് വേണം? ബുദ്ധി വേണം. ദുനിയാവ് അടക്കി പിടിക്കാൻ മാത്രം ബുദ്ധിനെ ഉപയോഗിച്ചാൽ പോരാ. നമ്മളെ ആലിമ്യങ്ങൾ, നമ്മളെ മക്കൾ ഓല് നരകത്ത് പോകുകയാണെങ്കിൽ ഞങ്ങളോട് പോകാമെന്നുള്ള കൂട്ടത്തിൽ എന്താണിപ്പോൾ ഇങ്ങനെയുള്ള അന്ധമായ അനുകരണമല്ല, തഖ്ലീദല്ല ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത്തിബാഅാണ് ചെയ്യേണ്ടത്. ഇത്തിബാ എന്ന് പറയുന്നത് ഇത്തിബാഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിബാഉൽ ഖുർആൻ, ഖുർആനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയറായോ? ബദർ ക്ലിയറായോ?